കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചായിട്ടുള്ള മിഗായൽ സ്റ്റാറയെ സാക്ക് ചെയ്തതിന് ശേഷം ഇതാ മറ്റൊരു ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബ് കൂടി അവരുടെ കോച്ചിനെ സാക്ക് ചെയ്യപ്പെടുന്നു. ഹൈദരാബാദ് FC പരിശീലനമായിട്ടുള്ള താങ്ബോയ് സിംഗ്ദോയെ ആണ് ക്ലബ്ബുമായിട്ട് വേർപിരിയുന്നത്. ക്ലബ്ബ് തന്നെ ഇപ്പോൾ അത് ഒഫീഷ്യലി അറിയിച്ചു കഴിഞ്ഞു. നമുക്കറിയാം ഹൈദരാബാദ് FCയും ഒരു മോശം പ്രകടനം തന്നെയാണ്. പോയിന്റ് ടേബിളിൽ നമ്മളെക്കാളിലൊക്കെ താഴെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അറിയാമല്ലോ. 11 മത്സരങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ 2 വിജയം 1 സമനില 7 പോയിന്റ് ആണുള്ളത്. മുഹമ്മദിന് തൊട്ട് മേളിൽ 12ാം സ്ഥാനത്താണ് അവർ നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയും ഇതൊരു ഡിസേർവിങ് ആയിട്ടുള്ള സാക്കിംഗ് ആണെന്ന് പറയില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഹൈദരാബാദ് FC അവസാന നിമിഷം ഉണ്ടാക്കിയിട്ടുള്ളൊരു ടീമാണ്. സോ പെട്ടെന്ന് കിട്ടിയ പ്ലേയേഴ്സിനെയും വിദേശ താരങ്ങളൊക്കെ പയ്യെ വന്ന് ജോയിൻ ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പലരും ഫ്രീ ഏജൻ്റായിട്ടുള്ള വിദേശ താരങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യൻ താരങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും പല ക്ലബ്ബുകളുടെയും ബെഞ്ചിലൊക്കെ ഇരുന്ന പ്ലേയേഴ്സിനെയൊക്കെ വെച്ച് കൂട്ടിയിട്ടാണ് ഈ ഒരു ടീം ഫോം ചെയ്തത്. എന്നിട്ട് കൂടി ഒരു ഫ്രീ ഫ്ലോയിങ് ഫുട്ബോളൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ ഒരു ക്ലബ്ബിന് കളിക്കാൻ സാധിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ളൊരു വിജയം, അതും കൊച്ചിയിൽ വന്നിട്ടുള്ളൊരു വിജയം നമുക്ക് ഓർമ്മയുണ്ട്. അവർ കൺസിസ്റ്റൻ്റ്ലി ഒരു നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയാം ഒരു നല്ല ഫുട്ബോൾ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡെപ്തിൻ്റെ ഒരു പ്രശ്നം അവരെ അലട്ടുന്നു എന്നുള്ളതാണ്. സോ ആ സാഹചര്യത്തിൽ ക്ലബ്ബും കോച്ചുമായിട്ട് വേർപിരിയുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മെയിൻ ഫാക്ടറായിട്ട് വരുന്നത് മിക്കവാറും ഒരു വിദേശ കോച്ചിനെ കൊണ്ടുവരാനുള്ളൊരു രീതിയിലേക്കായിരിക്കണം ഈ ഒരു സമയത്ത് സാക്ക് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് ഇപ്പം ഒരു ലോങ് ടേം പ്ലാനിൽ അത് കണ്ടെത്തിയിട്ട് പിന്നീട് അടുത്ത വർഷത്തേക്കൊക്കെ ടീമിനെ സെറ്റാക്കി കൊണ്ടുവരുന്നൊരു ഒരു പരിപാടി. അങ്ങനെയായിരിക്കും ഇദ്ദേഹം വേർപിരിയുന്നത്. എന്താണെങ്കിലും ഏതാണ്ട് 4 വർഷത്തോളമായിട്ട് ഹൈദരാബാദിൽ വർക്ക് ചെയ്തു വരുന്ന ഒരു പരിശീലകനാണ്. ഡിഫറെൻറ്റ് റോൾസിൽ എനിക്ക് ടെക്നിക്കൽ ഡയറക്ടർ, യൂത്ത്, അസിസ്റ്റൻറ്റ് കോച്ച്, അങ്ങനെ പല റോൾസ് അദ്ദേഹം അവിടെ വഹിച്ചിട്ടുണ്ട്. മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിലും നമുക്കറിയാമല്ലോ അദ്ദേഹം അസിസ്റ്റൻറ്റ് കോച്ചായിട്ടും ടെക്നിക്കൽ ഡയറക്ടറായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം എനിക്ക് ഒഡീഷയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഹൈദരാബാദിലേക്ക് ഒക്കെ പോകുന്നത്. സോ ഞാൻ പേഴ്സണലി എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ നല്ലതായിരുന്നു, നല്ല പ്ലേയേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ഫാക്ടർ പുള്ളി പേഴ്സണലി പല എതിരഭിപ്രായങ്ങളുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ ഇന്ത്യൻ സ്ക്വാഡ് വളരെ മികച്ച തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിക്രൂട്ട്മെൻറ്റിൽ വന്ന പല പ്ലേയേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നാണെങ്കിലും ഷമീൽ ചെമ്പകത്ത് എന്ന് പറയുന്ന മലയാളി കോച്ചായിരിക്കും ഒരു ഇൻ്ററിം കോച്ച് എന്ന നിലയിൽ ഉണ്ടാകുക. ബിനോ ജോർജിന് ശേഷം മറ്റൊരു മലയാളി കോച്ച് ഒരു ISL ക്ലബിൻ്റെ ഒരു ഇൻ്ററിം അല്ലെങ്കിൽ മുഖ്യ പരിശീലകൻ അങ്ങനത്തെ ഒരു റോളിലേക്കൊക്കെ വരുന്നുണ്ട്. സോ അതും അറിയണം. മറ്റൊരു കോച്ച് വരുന്നവരെ മാത്രമായിരിക്കും ആ ഒരു ഡ്യൂട്ടി ഉണ്ടാകുക. ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ കാണിക്കാൻ സൈനിങ് ഓഫ്.